നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 27ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,475ാമത്തെ ദിവസമാണ്. കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് കന്നിമാസം 6-ാം തീയതിയാണ്. ശകവർഷം 1947, ഭാദ്രപദ മാസം 31-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 സെപ്റ്റംബർ 22-ാം തീയതിയാണ്. ശുക്ലപക്ഷം ഇന്ന് തുടങ്ങുകയാണ്. ശുക്ലപക്ഷത്തിലെ പ്രഥമയാണ്. പ്രഥമ വരുന്നത് നാളെ 2:56 വരെയുള്ള സമയത്ത്, വെളുപ്പിനെ 2:56 വരെയുള്ള സമയത്ത് പ്രഥമ വരുന്നുണ്ട്. ഇന്ന് നക്ഷത്രം വരുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉച്ചയ്ക്ക് 11:24 വരെയുള്ള സമയത്ത് ഉത്രം നക്ഷത്രമുണ്ട്. തുടർന്ന് അത്തം നക്ഷത്രം വരുന്നു. കരണം വരുന്നത് പുഴുകരണമാണ്. ഉച്ച കഴിഞ്ഞ് 2:07 വരെയുള്ള സമയത്ത് പുഴുകരണമാണ്. നിത്യയോഗം വരുന്നത് ശുഭനാമ നിത്യയോഗമാണ്. വൈകിട്ട് 7:58 വരെയുള്ള സമയത്ത് ഈ ശുഭനാമ നിത്യയോഗം ഉണ്ടാവുന്നുണ്ട്. ഞാറ്റുവേല ഉത്രം ഞാറ്റുവേല തന്നെയാണ്. ശരത്ത് ഋതുവാണ്. ദക്ഷിണായനമാണ്. ഇന്ന് ദിവസം തിങ്കൾ, ചന്ദ്രൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് രാവിലെ ഉദയം സംഭവിക്കുന്നത് 6:16:32 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:16:36 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 4 മാത്രമാണ്. ഇന്നൊരു ദോഷകാലങ്ങളാകുന്ന രാഹുകാലം വരുന്നത് രാവിലെ 7:46 തുടങ്ങിയിട്ട് 9:16 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് ഉച്ചയ്ക്ക് 1:46 മുതൽക്ക് 3:16 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് രാവിലെ 10:46 മുതൽക്ക് 12:16 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും പൊതുവെ ദോഷകാലങ്ങളാകയാൽ ശുഭകർമ്മങ്ങൾക്ക് വർജിച്ചിട്ടുള്ളതാണ്. അഭിജിത് മുഹൂർത്തം വരുന്നത് 11:52 മുതൽക്ക് 12:14 വരെയും, തുടർന്ന് 4 മിനിറ്റ് മധ്യം വർജിച്ചിട്ട് 12:18 മുതൽക്ക് 12:40 വരെയാണ്. 11:52 മുതൽക്ക് 12:40 വരെയാണ് അഭിജിത് മുഹൂർത്തം. ഈ മുഹൂർത്തം മറ്റു മുഹൂർത്തങ്ങളില്ലാതെ വരികയും ഒരു ശുഭമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് കുംഭക്കൂറുകാർക്കാണ്. അവിട്ടത്തര, ചതയം, പൂരൂരുട്ടാതി, മുക്കാല് ഈ നക്ഷത്രക്കാരാണ് കുംഭക്കൂറിൽ വരുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ചന്ദ്രൻ അഷ്ടമത്തിൽ വരികയാൽ ഇന്നത്തെ ദിവസം ഒരു പൊതുവെ ശുഭമായിട്ടുള്ള ഒന്നല്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കുള്ള യാത്ര, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വർജിക്കാൻ അവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് ഉത്രം നക്ഷത്രമാണ്. വിവാഹം, ഉപനയനം തുടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സ്ഥിരകർമ്മങ്ങൾക്കും, നൂതനമായിട്ടുള്ള ആഭരണം ധരിക്കുക, ഗൃഹ ആരംഭം നടത്തുക, അതുപോലെ ഗൃഹപ്രവേശം നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉത്രം നക്ഷത്രത്തിന് വിധിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് ശുക്ലപക്ഷത്തിലെ പ്രഥമ ആകയാൽ എല്ലാ ശുഭകർമ്മങ്ങൾക്കും വർജിച്ചിട്ടുള്ളതാണ്. ആയതുകൊണ്ട് ഇന്ന് പൊതുവെ ശുഭകർമ്മങ്ങൾക്ക് പൊതുവെ അനുകൂലമല്ലാത്ത ദിവസമാണ്. നമസ്കാരം.